വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിംപ്ലി ലൈഫ് ബൈ സച്ചു. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ദേ ഇതുപോലൊരു പലഹാരം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? കഴിക്കാൻ സാധ്യതയില്ല കേട്ടോ. ഇതിങ്ങനെ മുറിച്ച് സോസിലേക്ക് മുക്കി കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ? അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് തവി കൊണ്ട് ഉടച്ചെടുക്കാം. തവി കൊണ്ട് ഉടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ കൈ കൊണ്ടങ്ങ് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ തവി കൊണ്ട് ആദ്യം ശ്രമിച്ച് നോക്കി, പിന്നെ കഴിയാത്തത് കൊണ്ട് കൈ കൊണ്ടാണ് ഉടച്ചെടുത്തത്. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തവി കൊണ്ട് ഉടച്ചെടുക്കാം. അതിനുശേഷം 2 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും, അത് കഴിഞ്ഞ് 5 വറ്റൽമുളക് എണ്ണയിൽ മൂപ്പിച്ച് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതാണ്. അതിനുശേഷം കുറച്ച് മസാലപ്പൊടി, അരിപ്പൊടി കുറച്ച് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി, അതിന് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുഴച്ച് അങ്ങനെ ഒരു ബോളാക്കി എടുക്കാവേ. അത് കഴിഞ്ഞ് നമ്മുടെ കൈയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം 2 കൈയിലും കുറച്ച് ഓയിൽ പുരട്ടി ഇതൊരു ബോളാക്കി 2 കൈയുടെ ഇടയിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഒരു ഫിംഗറിൻ്റെ രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ അങ്ങ് ചെയ്തോ. ഒരു ഫിംഗറിൻ്റെ രൂപം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒടിഞ്ഞു പോകാതെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്തായാലും വെള്ളമൊന്നും അധികം ചേർക്കാത്തതുകൊണ്ട് അങ്ങ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് ഉടയാതെ കിടന്നാൽ അതിൻ്റെ ഇടയ്ക്കൊരു ഒടിഞ്ഞു പോകുന്ന പോലെ ഫീൽ ചെയ്യും. അത് നമ്മളൊന്ന് അത് ജോയിൻ ചെയ്തൊക്കെ അങ്ങ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇത് ഓരോന്ന് അതിലേക്കിട്ട് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാവേ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ പണി കഴിഞ്ഞു. നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്ത് കൊടുക്കുമെന്ന് ഓർത്ത് എല്ലാവരും കൺഫ്യൂഷനിലായിരിക്കും അല്ലേ? എന്തായാലും നിങ്ങൾ ഇതൊരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി അല്ലേ? നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് സോസും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പൊള്ളിയായി. സോസിൽ ഇങ്ങനെ മുക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഞാൻ അതും ഇങ്ങനെ മുറിച്ചെടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും മോൻ അവിടെ നിന്നുകൊണ്ട് അവന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവന് കൊടുത്തു. മോൻ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. എന്തായാലും ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അതുപോലെ ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫിംഗറിൻ്റെ പാത്രം ഇപ്പോൾ കാലിയാകും.